Welcome back, my dear children. In the last class, we discussed about different types of agricultural sectors. Today, we are going to discuss about high-tech farming. What are the advantages of adopting modern agricultural practices? നമ്മൾ ഇതുവരെയും ഈ ചാപ്റ്ററിൽ ഒരുപാട് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്ത് പഠിച്ചിട്ടുണ്ട്? ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് അഗ്രികൾച്ചറൽ സെക്ടേഴ്സ് പഠിച്ചു അല്ലേ? അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒരു ഹൈടെക് ഫാമിംഗ്. നമ്മൾ കെട്ടിടങ്ങളൊക്കെ ഹൈടെക്, സ്കൂൾ കെട്ടിടങ്ങളൊക്കെ ഹൈടെക് ക്ലാസ് മുറികളാക്കി എന്നൊക്കെ കേട്ടിട്ടുണ്ട് അല്ലേ? അപ്പോൾ ഫാമിങ്ങിലും ഈ ഹൈടെക് രീതി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എത്രത്തോളം ഫാർമേഴ്സിന് ബെനിഫിറ്റ് ആവും എന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വാട്ട് ആർ ദ അഡ്വാൻറ്റേജസ് ഓഫ് അഡോപ്റ്റിംഗ് മോഡേൺ അഗ്രികൾച്ചറൽ പ്രാക്ടീസസ്? എന്തൊക്കെയാണ് നമ്മൾ മോഡേൺ അഗ്രികൾച്ചറൽ ടെക്നിക്സുകൾ യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തൊക്കെ അഡ്വാൻറ്റേജസ് ആണ് ഉണ്ടാകുന്നത്? വി ക്യാൻ ഇൻക്രീസ് പ്രൊഡക്ഷൻ. നമുക്ക് പ്രൊഡക്ഷൻ എന്ത് ചെയ്യാൻ പറ്റും? ഇൻക്രീസ് ചെയ്യാൻ സാധിക്കും. ദെൻ വി ക്യാൻ കൺട്രോൾ വീഡ്സ് ആൻഡ് പെസ്റ്റേഴ്സ്. ഇങ്ങനെയുള്ള മോഡേൺ ടെക്നിക്സുകൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വീഡ്സിനെയും പെസ്റ്റിനെയും എന്ത് ചെയ്യാൻ പറ്റുന്നു? കൺട്രോൾ ചെയ്യാൻ പറ്റും. വീഡ്സ് എന്ന് പറഞ്ഞാൽ എന്താ? കളകൾ. നമ്മൾ ചെടികളൊക്കെ ഫാമിംഗ് ഇതിൻ്റെ ഇടയിലൊക്കെ ഉണ്ടാവുന്ന പുല്ലൊക്കെ ഇല്ലേ, അതിനെയൊക്കെയാണ് നമ്മൾ വീഡ്സ് എന്ന് പറയുന്നത്. ദെൻ റെഡ്യൂസസ് ദ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. നമുക്ക് മോഡേൺ ടെക്നിക്സുകൾ യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് റെഡ്യൂസ് ചെയ്യുന്നു? റെഡ്യൂസസ് ദ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. മാക്സിമം യൂട്ടിലൈസേഷൻ ഓഫ് കൾട്ടിവബിൾ ലാൻഡ്. നമുക്ക് കുറച്ച് പ്ലേസ് മാത്രമാണ് ഉള്ളതെങ്കിലും അതിന് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കുന്നു? മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അഡ്വാൻറ്റേജസ് ഓഫ് അഡോപ്റ്റിംഗ് മോഡേൺ അഗ്രികൾച്ചറൽ പ്രാക്ടീസസ് ക്യാൻ ഇൻക്രീസ് പ്രൊഡക്ഷൻ. പിന്നെന്തൊക്കെയാണ്? ക്യാൻ കൺട്രോൾ വീഡ്സ് ആൻഡ് പെസ്റ്റേഴ്സ്, റെഡ്യൂസസ് ദ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ, ദെൻ മാക്സിമം യൂട്ടിലൈസേഷൻ ഓഫ് കൾട്ടിവബിൾ ലാൻഡ്. നമുക്കറിയാം ഇന്നത്തെ ഒരു സിറ്റുവേഷനിൽ ക്ലൈമറ്റ് ചേഞ്ച് ഈസ് അനദർ ഇമ്പോർട്ടൻറ്റ് ക്രൈസിസ് ഇൻ അഗ്രികൾച്ചറൽ സെക്ടർ. നമ്മുടെ ഏറ്റവും വലിയ ഒരു പ്രശ്നം എന്ന് പറയുന്നത് എന്താണ്? ക്ലൈമറ്റ് ചേഞ്ചാണ് അല്ലേ? നമ്മൾ അൺപ്രഡിക്റ്റബിൾ ക്ലൈമറ്റ് ചേഞ്ചാണ്. അപ്പോൾ അത് എന്ത് ചെയ്യുന്നു? നമുക്ക് ഒരിക്കലും പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു ക്ലൈമറ്റ് അത് ട്രഡീഷണൽ ഫാമിങ്ങിനെ എന്ത് ചെയ്യുന്നു? എഫക്റ്റ് ചെയ്യും. കാരണം ട്രഡീഷണൽ ഫാമിംഗ് എന്തിനെ ബേസ് ചെയ്തും കൊണ്ടാണ്? നമ്മളെ ക്ലൈമറ്റിനെ ബേസ് ചെയ്തും കൊണ്ടുള്ളതാണ് ട്രഡീഷണൽ ഫാമിംഗ്. അപ്പോൾ അൺപ്രഡിക്റ്റബിൾ ക്ലൈമറ്റ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെയൊക്കെ നമ്മൾ എങ്ങനെയാണ് ഫാർമേഴ്സ് ഓവർകം ചെയ്യുക? അതിനുള്ള ഹൈടെക് ഫാമിംഗ് മെത്തേഡുകൾ ഏതൊക്കെയാണ്? ഫസ്റ്റ് വൺ, പോളി ഹൗസ് ഫാമിംഗ്. നിങ്ങൾ കേട്ടിട്ടുണ്ടോ? പോളി ഹൗസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടിട്ടുണ്ടാവും അല്ലേ? അപ്പോൾ പോളി ഹൗസ് എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ് ഈസ് എ സ്പെഷ്യൽ kind of arrangement in which the crop field is completely or partially covered by transparent polythene sheet. Look at the picture. അപ്പോൾ പോളി ഹൗസ് എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ് ഈസ് എ സ്പെഷ്യൽ കൈൻഡ് ഓഫ് അറേഞ്ച്മെൻറ്റ് ഇൻ വിച്ച് എ ക്രോപ്പ് ഫീൽഡ് ഈസ് കംപ്ലീറ്റ്ലി ഓർ പാർഷ്യലി കവേർഡ് ബൈ ട്രാൻസ്പാരൻറ്റ് പോളിത്തീൻ ഷീറ്റ്. ദ ടെമ്പറേച്ചർ ആൻഡ് മോയ്സ്ചർ ഈസ് കോൺസ്റ്റൻ്റ്ലി റെഗുലേറ്റഡ്. ഇതിൻ്റെ ഉള്ളിൽ ടെമ്പറേച്ചറും മോയ്സ്ചറും എന്തായിരിക്കും? എപ്പോഴും കോൺസ്റ്റൻ്റ്ലി റെഗുലേറ്റഡ് ആണ്. ഗ്രോത്ത് ഓഫ് അതുകൊണ്ട് തന്നെ ഇങ്ങനെ ടെമ്പറേച്ചറും മോയ്സ്ചറും അവിടെ കോൺസ്റ്റൻ്റ് ആയിട്ട് റെഗുലേറ്റ് ചെയ്യുന്നത് കൊണ്ട് ഗ്രോത്ത് ഓഫ് പ്ലാന്റ്സ് ബിക്കം റാപ്പിഡ്. പ്ലാന്റ്സിൻ്റെ ഗ്രോത്ത് അവിടെ എന്തായിരിക്കും? റാപ്പിഡ് ഗ്രോത്ത് ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. Then nutrients are dissolved in water and are supplied on plants through drip irrigation. ഇവിടെ നമ്മൾ ഡ്രിപ്പ് ഇറിഗേഷൻ കൊടുക്കുന്നത് എങ്ങനെയാണ്? ഡ്രിപ്പ് ഇറിഗേഷൻ ആണ്. ന്യൂട്രിയൻസ് ആർ ഡിസോൾവ്ഡ് ഇൻ വാട്ടർ. വെള്ളത്തിൽ ന്യൂട്രിയൻസിനെയൊക്കെ ഡിസോൾവ് ചെയ്ത ശേഷം എന്താണ് ഡ്രിപ്പ് ഇറിഗേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? തുള്ളി നന. നമ്മൾ പൈപ്പൊക്കെ കണക്ഷൻ കൊടുത്ത് കാരണം ആവശ്യത്തിനുള്ള വെള്ളം മാത്രം, അതായത് ആ വാട്ടറിൽ എന്താ ഉള്ളത്? ന്യൂട്രിയൻസ് ഡിസോൾവ് ചെയ്ത വാട്ടറാണ്. അപ്പോൾ അത് എപ്പോഴും എന്തായിരിക്കും? അതിങ്ങനെ ആ പ്ലാന്റ്സിലേക്ക് വീണുകൊണ്ടേയിരിക്കും. അതാണ് തുള്ളി നന എന്ന് പറയും. നമ്മൾ സാധാരണ വെള്ളം കംപ്ലീറ്റ് ആയിട്ട് ഒഴിച്ചെടുക്കുമ്പോൾ കുറേയൊക്കെ പുറത്തു കൂടെയൊക്കെ പോവും അല്ലേ? അപ്പോൾ ഇതിൽ നമ്മൾ പോളി ഹൗസിൽ ചെയ്യുന്നത് എന്താണ്? ഡ്രിപ്പ് ഇറിഗേഷൻ ആണ്. ദെൻ മറ്റൊരു അഡ്വാൻറ്റേജ് എന്തൊക്കെയാണ്? പെസ്റ്റ് ഇൻഫെസ്റ്റേഷൻ വിൽ ആൾസോ ബി ലെസ്. പെസ്റ്റ് ഇൻഫെസ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? പെസ്റ്റിൻ്റെ ആക്രമണം. അതായത്
the side of the poly house are covered with net. ഈ പോളി ഹൗസിൻ്റെ സൈഡൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു? നെറ്റ് ഉപയോഗിച്ച് കവർ ചെയ്യും. അങ്ങനെ നെറ്റ് ഉപയോഗിച്ച് കവർ ചെയ്യുന്നത് കൊണ്ട് പെസ്റ്റ് ഇൻഫെസ്റ്റേഷൻ വിൽ ആൾസോ ബി ലെസ്. പെസ്റ്റിൻ്റെ ആക്രമണം അവിടെ എന്തായിരിക്കും? ലെസ് ആയിരിക്കും. അതേപോലെ വേറൊരു അഡ്വാൻറ്റേജ് ആണ്, ദ ടെമ്പറേച്ചർ ആൻഡ് മോയ്സ്ചർ ഈസ് കോൺസ്റ്റൻ്റ്ലി റെഗുലേറ്റഡ്. അല്ലേ? ടെമ്പറേച്ചറും മോയ്സ്ചറും കോൺസ്റ്റൻ്റ് ആണ് അതിൻ്റെ ഉള്ളിൽ എപ്പോഴും. കാരണം പോളിത്തീൻ ഷീറ്റ് കൊണ്ട് ആ ഫാമിംഗ് ചെയ്യുന്ന ആ സ്ഥലം മുഴുവൻ എന്ത് ചെയ്യാണ്? കവർ ചെയ്യാണ്. അങ്ങനെ കവർ ചെയ്യുമ്പോൾ അവിടെയുള്ള ടെമ്പറേച്ചറും മോയ്സ്ചറും എന്തായിരിക്കും? എപ്പോഴും കോൺസ്റ്റൻ്റ് ആണ്. അങ്ങനെ ആവുമ്പോൾ ഗ്രോത്ത് ഓഫ് പ്ലാന്റ്സ് ബിക്കം റാപ്പിഡ്. പെട്ടെന്ന് പ്ലാന്റ്സിന് എന്തുണ്ടാവുന്നു? ഗ്രോത്ത് ഉണ്ടായിരിക്കും. ഇനി ഇതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറയാൻ പറ്റില്ല, എന്നാലും നമുക്ക് ഒരു ഡിസഡ്വാൻറ്റേജ് ആയിട്ട് പറയാൻ പറ്റുന്നത്, ഇതിൽ ഫസ്റ്റിൽ ഇതിൻ്റെ എക്സ്പെൻസ് എന്തായിരിക്കും? വളരെ ഹൈ ആയിരിക്കും. കാരണം നമ്മൾ അങ്ങനെ ഒരു ഫാമിംഗ് മെത്തേഡ് ഉണ്ടാക്കണമെങ്കിൽ അതിൻ്റെ എക്സ്പെൻസ് എന്തായിരിക്കും? ഹൈ ആയിരിക്കും. അത് ബിഗിനിങ്ങിൽ മാത്രമാണ്. പിന്നീട് നമുക്ക് എന്ത് ചെയ്യാം? കുറേ വർഷം നമുക്കിത് യൂസ് ചെയ്യാം, അല്ലേ? റെഗുലർ ഫീൽഡിൽ കിട്ടുന്നതിനേക്കാൾ മെനി ടൈംസ് ഗ്രേറ്റർ, നമുക്ക് ഒരുപാട് കൂടുതൽ ബെനിഫിറ്റ് ഇതിൽ നിന്ന് കിട്ടും? പോളി ഹൗസിൽ നിന്ന് കിട്ടും. അപ്പോൾ ഒരു ഹൈടെക് ഫാമിംഗ് മെത്തേഡാണ് എന്ത്? പോളി ഹൗസ്. ദെൻ നെക്സ്റ്റ് വൺ, പ്രിസിഷൻ ഫാമിംഗ്. ലുക്ക് അറ്റ് ദ പിക്ചർ. In this method of farming, the nature of soil, quantity of elements in the soil, pH value of the soil, presence of water, etc. in the crop field are tested using modern technology. And appropriate crops are selected for cultivation. By covering the soil using polythene sheet, we can effectively control weeds and also limit irrigation. അപ്പോൾ എന്താണ് പ്രിസിഷൻ ഫാമിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഒരു മെത്തേഡിൽ അവിടെ യൂസ് ചെയ്യുന്നത് എന്താണ്? നമ്മൾ ആദ്യം സോയിൽ ടെസ്റ്റ് ചെയ്യും, നേച്ചർ ഓഫ് സോയിൽ. ദെൻ പ്രസൻസ് ഓഫ് വാട്ടർ, ആ സോയിലുള്ള വാട്ടർ കണ്ടൻറ്റ് എത്രത്തോളം ഉണ്ട്. ദെൻ ക്വാണ്ടിറ്റി ഓഫ് എലമെൻറ്റ്സ് പ്രസൻറ്റ് ഇൻ ദ സോയിൽ, ആ സോയിലിൽ എത്രത്തോളം എലമെൻറ്റ്സ് പ്രസൻ്റ് ആയിട്ടുണ്ട്. ദെൻ pH വാല്യൂ ഓഫ് ദ സോയിൽ. ഇതൊക്കെ നമ്മൾ മോഡേൺ ടെക്നിക്സുകൾ യൂസ് ചെയ്തും കൊണ്ട് നമ്മൾ ഒരു ഫാമിങ്, ഒരു കൃഷിയിലേക്ക് ഇറങ്ങുമ്പോൾ ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു മോഡേൺ ടെക്നിക്സ് യൂസ് ചെയ്തും കൊണ്ട് ഇതെല്ലാം ചെക്ക് ചെയ്യും. അങ്ങനെ നമ്മൾ ടെസ്റ്റ് ചെയ്ത ശേഷം ആ ഒരു സോയിലിന് പറ്റിയ ക്രോപ്പ് ഏതാണോ അതിനനുസരിച്ചാണ് അവിടെ എന്ത് വരുന്നത്? ഫാമിങ് വരുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അതാണ് പ്രിസിഷൻ ഫാമിംഗ്. അപ്പോൾ പ്രിസിഷൻ ഫാമിങ്ങിൽ ആദ്യം എന്താ ചെയ്യുന്നത്? നമ്മൾ നേച്ചർ ഓഫ് സോയിൽ, പ്രസൻസ് ഓഫ് വാട്ടർ, ദെൻ ക്വാണ്ടിറ്റി ഓഫ് എലമെൻറ്റ്സ് പ്രസൻറ്റ് ഇൻ ദ സോയിൽ, pH വാല്യൂ etc. are tested using modern techniques. മോഡേൺ ടെക്നിക്സുകൾ യൂസ് ചെയ്തും കൊണ്ട് ഇത്രയും കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യുന്നു? ടെസ്റ്റ് ചെയ്യും. അതിനുശേഷമാണ് നമ്മൾ അവിടെ എന്ത് ചെയ്യുന്നത്? ഏത് ക്രോപ്പാണ് അവിടെ പറ്റുന്നത് എന്ന് സെലക്ട് ചെയ്ത ശേഷമാണ് അവിടെ ഫാമിങ് ആരംഭിക്കുന്നത്. ഇനി ഇതിൻ്റെ ബെനിഫിറ്റുകൾ നോക്കൂ. എന്താണ് നമ്മൾ പ്രിസിഷൻ ഫാമിങ്ങിൻ്റെ ബെനിഫിറ്റുകൾ? ഫസ്റ്റ് വൺ, എഫക്റ്റീവ്ലി കൺട്രോൾ വീഡ്സ്. കാരണം അതിൻ്റെ സൈഡൊക്കെ ബൈ കവറിങ് ദ സോയിൽ യൂസിങ് പോളിത്തീൻ ഷീറ്റ്. നമ്മൾ സോയിലിനെ എന്ത് ചെയ്യുന്നു? നമ്മൾ സാധാരണ തടെടുക്കാറുണ്ട് കൃഷി ചെയ്യുമ്പോൾ. നിങ്ങൾക്കറിയില്ലേ, പയറൊക്കെ കൃഷി ചെയ്യുമ്പോൾ നമ്മൾ തടെടുത്തിട്ടാണ് കൃഷി ചെയ്യുക. അപ്പോൾ ആ എടുക്കുന്ന തടം, നമ്മൾ ആ മണ്ണ്, ആ സോയിൽ എന്ത് ചെയ്യുന്നു? ഇവിടെ ബൈ കവറിങ് ദ സോയിൽ, ആ സോയിലിനെ പോളിത്തീൻ ഷീറ്റ് ഉപയോഗിച്ച് കവർ ചെയ്യും. അങ്ങനെ കവർ ചെയ്യുന്നത് കൊണ്ട് നമുക്ക് എന്താണ് ബെനിഫിറ്റ്? വി ക്യാൻ എഫക്റ്റീവ്ലി കൺട്രോൾ വീഡ്സ്. അതിലുള്ള കളകളെ നമുക്ക് എന്ത് ചെയ്യാം? എഫക്റ്റീവായിട്ട് കൺട്രോൾ ചെയ്യാൻ സാധിക്കും. ദെൻ നെക്സ്റ്റ് വൺ, ലിമിറ്റ് ഇറിഗേഷൻ. ആ സോയിലിൻ്റെ രണ്ട് സൈഡും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? പോളിത്തീൻ ഷീറ്റ് ഉപയോഗിച്ച് കവർ ചെയ്യുന്നത് കൊണ്ട് അവിടെ ഇറിഗേഷൻ, നമുക്ക് വെള്ളം എന്താണ് അത്യാവശ്യത്തിന് മാത്രം. കാരണം വെള്ളം പുറത്തേക്ക് പോകുന്നില്ല. സാധാരണ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും? അത് നാല് പാടും പോകും, അല്ലേ? പക്ഷെ ഇവിടെ നമ്മൾ ആ സോയിലിനെ പോളിത്തീൻ ഷീറ്റ് ഉപയോഗിച്ച് കവർ ചെയ്യുന്നത് കൊണ്ട് അവിടെ വെള്ളത്തിൻ്റെ അളവ് എന്തായിരിക്കും? വളരെ കുറവായിരിക്കും. അപ്പോൾ എന്താണ് പ്രിസിഷൻ ഫാമിംഗ് എന്ന് മനസ്സിലായല്ലോ. പ്രിസിഷൻ ഫാമിങ്ങിൻ്റെ ബെനിഫിറ്റ് എന്തൊക്കെയാണ്? എഫക്റ്റീവ്ലി കൺട്രോൾ വീഡ്സ്. ഇപ്പോൾ എന്തുകൊണ്ടാണ് വീഡ്സിനെ കൺട്രോൾ ചെയ്യുക, എഫക്റ്റീവായിട്ട് നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നത്? എന്താണ്? ബൈ കവറിങ് ദ സോയിൽ യൂസിങ് പോളിത്തീൻ ഷീറ്റ്. ആ സോയിലിനെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? പോളിത്തീൻ ഷീറ്റ് ഉപയോഗിച്ച് കവർ ചെയ്യുന്നുണ്ട്. പിന്നെ ലിമിറ്റ് ഇറിഗേഷൻ. ഇതാണ് പ്രിസിഷൻ ഫാമിംഗ്. Can we grow plants without soil? സോയിൽ ഇല്ലാതെ നമുക്ക് പ്ലാന്റ്സ് കൾട്ടിവേറ്റ് ചെയ്യാൻ പറ്റുമോ? ഒന്ന് ആലോചിച്ച് നോക്കിയേ.
സോയിൽലെസ് കൾട്ടിവേഷൻ. നമുക്ക് ഒരുപാട് ക്രൈസിസ് നമ്മൾ പഠിച്ചു. ഫാർമേഴ്സ് നേരിടുന്ന ഒരുപാട് ക്രൈസിസ് പഠിച്ചു. ഏതൊക്കെയായിരുന്നു പഠിച്ചത്? ക്ലൈമറ്റ് ചേഞ്ച് അല്ലേ? അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ക്രൈസിസ് ആണ് ക്ലൈമറ്റ് ചേഞ്ച്. ദെൻ പിന്നെ പഠിച്ചത് എന്താ? ചേഞ്ച് ഇൻ സോയിൽ ടെക്സ്ചർ, സോയിലിൻ്റെ ഘടന ചേഞ്ച് ആവുന്നത്. പിന്നെ ലാക്ക് ഓഫ് ഇറിഗേഷൻ ഫെസിലിറ്റി. ഇതിനെയൊക്കെ നമുക്ക് ഓവർകം ചെയ്യാൻ സാധിക്കുന്നതാണ് സോയിൽലെസ് കൾട്ടിവേഷൻ. അപ്പോൾ സോയിൽലെസ് കൾട്ടിവേഷനിൽ രണ്ടെണ്ണമാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഫസ്റ്റ് വൺ ഹൈഡ്രോപോണിക്സ് ആൻഡ് സെക്കൻഡ് വൺ എയ്റോപോണിക്സ്. ലുക്ക് അറ്റ് ദ പിക്ചർ. Hydroponics. Plants are grown in nutrient solution. ഹൈഡ്രോപോണിക്സിൽ പ്ലാന്റ്സ് എവിടെയാണ് ഗ്രോ ചെയ്യുന്നത്? ന്യൂട്രിയൻറ്റ് സൊല്യൂഷനിലാണ് ഗ്രോ ചെയ്യുന്നത്. അപ്പോൾ എന്താണ് ഹൈഡ്രോപോണിക്സ്? പ്ലാന്റ്സ് ആർ ഗ്രോൺ ഇൻ ന്യൂട്രിയൻറ്റ് സൊല്യൂഷൻ. ദെൻ നെക്സ്റ്റ് വൺ എയ്റോപോണിക്സ്. ഇൻ എയ്റോപോണിക്സ് plants are grown in such a way that the roots grow into air and nutrients are sprayed directly. നിങ്ങൾ ആ ചിത്രത്തിൽ കാണുന്നത് പോലെ തന്നെ റൂട്ട്സ് എവിടേക്കാണ് വളരുന്നത്? എയറിലേക്കാണ്. നമ്മൾ ന്യൂട്രിയൻസ് എന്ത് ചെയ്യുന്നു? സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ആ പ്ലാന്റ്സിന് വേണ്ട ന്യൂട്രിയൻസ് എന്ത് ചെയ്യുന്നു? സ്പ്രേ ചെയ്ത് നൽകുന്നു. അപ്പോൾ ഇത്രയാണ് ഹൈടെക് ഫാമിംഗ് മെത്തേഡുകൾ. അപ്പോൾ ഇന്ന് നമ്മൾ എന്തൊക്കെയാണെന്ന് നമ്മൾ പഠിച്ചത്? ഹൈടെക് ഫാമിംഗ് മെത്തേഡുകളാണ് അല്ലേ? അതിൽ ഫസ്റ്റ് വൺ പോളി ഹൗസ് ഫാമിംഗ്. പോളി ഹൗസ് ഫാമിങ്ങിൻ്റെ ബെനിഫിറ്റുകൾ എന്താണ്? പോളി ഹൗസ് ഫാമിങ്ങിൻ്റെ ബെനിഫിറ്റുകൾ: ടെമ്പറേച്ചർ ആൻഡ് മോയ്സ്ചർ ഈസ് കോൺസ്റ്റൻ്റ്ലി റെഗുലേറ്റഡ്. അതുകൊണ്ട് തന്നെ ഗ്രോത്ത് ഓഫ് പ്ലാന്റ്സ് ബിക്കം റാപ്പിഡ്. ടെമ്പറേച്ചറും മോയ്സ്ചറും കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് ആ പോളി ഹൗസിനുള്ളിലുള്ള പ്ലാന്റ്സിൻ്റെ ഗ്രോത്ത് എന്തായിരിക്കും? റാപ്പിഡ് ഗ്രോത്ത് ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. ദെൻ സെക്കൻഡ് വൺ പെസ്റ്റ് ഇൻഫെസ്റ്റേഷൻ വിൽ ആൾസോ ബി ലെസ്. അതിൻ്റെ സൈഡിലൊക്കെ നമ്മൾ നെറ്റ് ഉപയോഗിച്ച് കവർ ചെയ്യുന്നത് കൊണ്ട് പെസ്റ്റ് ഇൻഫെസ്റ്റേഷൻ, കീടങ്ങളുടെ ആക്രമണം ലെസ് ആയിരിക്കും. ദെൻ പ്രിസിഷൻ ഫാമിംഗ്. പ്രിസിഷൻ ഫാമിങ്ങിൽ പഠിച്ചു നമ്മൾ എഫക്റ്റീവ്ലി കൺട്രോൾ വീഡ്സ് ബൈ കവറിങ് ദ സോയിൽ യൂസിങ് പോളിത്തീൻ ഷീറ്റ്. പോളിത്തീൻ ഷീറ്റ് ഉപയോഗിച്ച് സോയിലിനെ കവർ ചെയ്യുന്നത് കൊണ്ട് അവിടെ എന്താണ്? എഫക്റ്റീവ്ലി കൺട്രോൾ വീഡ്സ്. ദെൻ സെക്കൻഡ് വൺ ലിമിറ്റ് ഇറിഗേഷൻ. പിന്നെ രണ്ട് സോയിൽലെസ് കൾട്ടിവേഷൻസ് ആണ്. ഏതൊക്കെയാണ്? ഹൈഡ്രോപോണിക്സ് ആൻഡ് എയ്റോപോണിക്സ്. Let us wind up the class. See you in the next class.